സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സ്ഥിരമായി ഇല്ലാത്തതിനാൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠനം തുടരാനാകുന്നില്ലെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ മുഴുവൻ സമയവും നിയമിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നല്ല മികച്ച സ്ഥാപനമാണോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവർ തെറാപ്പി കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഒന്നും തെറ്റു പറയുന്നില്ല. പക്ഷേ പണം വാങ്ങി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇനി നിങ്ങൾക്ക് സേവനം ലഭ്യമാകണമെങ്കിൽ, പണം കൊടുത്തുള്ള സേവനം ലഭ്യമാകണമെങ്കിൽ TC വാങ്ങി വരണം എന്ന് പറയുന്നതിനോടുള്ള വിയോജിപ്പ്. നമ്മൾ ആവശ്യപ്പെടുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരമായി വിദ്യാലയങ്ങളിൽ നിയമിക്കണം എന്നുള്ളതാണ്. ആ നിയമിച്ചു കഴിഞ്ഞാൽ ഈ കൊഴിഞ്ഞുപോക്ക് അവിടെ അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിയും. 28/10/2021 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പൂർണ്ണമായും പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് വിധി. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ഥിരമായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് 2021 ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഒന്നിൽ കൂടുതൽ വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുകയും ഒരു വിദ്യാലയത്തിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി എത്തുകയുമാണ് ചെയ്യുന്നത്. ഇതിനാൽ അംഗീകാരമില്ലാത്ത തെറാപ്പി സേവനങ്ങൾ പണം ഈടാക്കി മാത്രം നൽകുന്ന സ്ഥാപനത്തിലേക്ക് TC വാങ്ങിക്കാൻ രക്ഷിതാക്കളെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാലാണ് രക്ഷിതാക്കൾ ഇത്തരത്തിൽ TC വാങ്ങി സ്വകാര്യ സ്ഥാപനത്തിൽ കുട്ടികളെ ചേർത്തത് എന്നും എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരമായി നിയമിക്കണമെന്നും കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സജിൻ കുമാർ V, ജില്ലാ സെക്രട്ടറി ശ്രീകല B, ഭാരവാഹികളായ പുഷ്പൻ NK, ഗോവിന്ദൻ R എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.